പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ എല്ലാ കാര്യവും വിക്രത്തിനോട് പറയാണ്. ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം വിക്രം ചോദിച്ചല്ലോ, അതിന് കാരണം എൻ്റെ സ്വന്തം ചോര തന്നെയാണെന്ന് പറയണം. അപ്പം വിക്രം ചോദിക്കുകയാണ്, നീ പറയുന്നത് അതെ, എൻ്റെ ചേട്ടനാണ് ഇതിനെല്ലാം പിന്നിൽ. നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ശത്രുവിനെ നമുക്ക് നേരിടാൻ എളുപ്പമാണ്, പക്ഷേ മുഖംമൂടി അണിഞ്ഞ ചെകുത്താൻ്റെ മനസ്സുള്ള ഒരാളെ നമുക്ക് നേരിടാൻ പാടാണ്. അതുകൊണ്ട് എൻ്റെ ചോരയെ തന്നെയാണ് ഞാൻ പേടിക്കുന്നതും കൂട്ടായി അങ്കിളും ഉണ്ടെന്ന് പറയാണ്. അപ്പം വിക്രം ചോദിക്കണം, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ വേണ്ടി അച്ഛനെ തട്ടിക്കൊണ്ടുപോയി എന്നോട് വില പേശി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് അയാൾ പറഞ്ഞത്. വിക്രം ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. നീ എന്താ എന്നോട് ആ കാര്യമൊന്നും പറയാനെന്ന് വിക്രം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം എന്ത് ചെയ്യാനാണ്? എനിക്ക് വിക്രത്തിൻ്റെ സ്വഭാവം അറിയാം. വിക്രം മുന്നും പിന്നെ നോക്കാതെ നേരെ അയാളോട്ട് അടിയുണ്ടാക്കാൻ പോകും. അടിയുണ്ടാക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇപ്പോഴും ആ മനസ്സ് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ അടുത്ത് ഇപ്പം തന്നെ ചോദിച്ചിട്ടുള്ള ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് വിക്രം എണീച്ച് പോവാണ്. അപ്പോൾ വേദ പുറകെ ചെന്ന് പിടിക്കുകയാണ്. വിക്രം, എന്ത് വിക്രം ഈ കാണിക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു കാര്യം വിക്രത്തിനോട് പറയാത്തത്. വിക്രത്തിനെല്ലാം എടുത്തുചാട്ടമാണ് എന്നും പറഞ്ഞിട്ട് വിക്രത്തെ പിടിച്ച് മാറ്റുവാണ്. പിന്നെ എൻ്റെ അച്ഛനോടും കുടുംബത്തോടും ചെയ്ത തെറ്റ് ഞാൻ പൊറുക്കണമെന്നാണ് നീ പറയുന്നതെന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ വിക്രം പൊറുക്കണമെന്ന്. നമുക്ക് അതിനിങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അയാൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വിക്രം ഒന്ന് സമാധാനിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയാണ്, എന്നെങ്കിൽ വിക്രം ചെല്ല്, ഓടി ചെല്ല്, അയാളെ അടിക്കാനോ ഇടിക്കാനോ എന്താണെന്ന് വെച്ചാൽ ചെല്ല്. അപ്പം ഉടനെ വിക്രത്തിനെ പിടിച്ച് അവരെല്ലാവരും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കും. പിന്നെ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിക്കുകയാണ്. പോലീസിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വിക്രത്തെ അവർ വെറുതെ വിടത്തില്ല. ചിലപ്പോൾ പുറം ലോകം പോലും കാണാൻ പിന്നെ വിക്രത്തിന് പറ്റത്തില്ല. അകത്ത് ജയിലിനകത്ത് കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിക്രത്തിന് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന പറയാണ്. അപ്പം വിക്രം ഒന്ന് സമാധാനമാവുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത് വിക്രത്തെ ജയിലിലേക്ക് അയക്കാനല്ല, ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേന്ന് വേദ ചോദിക്കണം. അപ്പം വിക്രമാണെങ്കിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് വിക്രം, നമുക്ക് അയാളോട് പ്രതികാരം വീട്ടാം. പക്ഷേ ഇപ്പം ഓടിച്ചെന്ന് അയാളെ അടിച്ചോട്ടോ ഇടിച്ചോട്ടോ അല്ല, അതിന് വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് നിയമപരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വേദ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുചാട്ടം നടത്തല്ലേ, നമുക്ക് ഒരുമിച്ചൊരു ജീവിതം വേണം, ഇനിയെങ്കിലും ആ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞ് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ് വേദ. അപ്പോഴത്തേക്ക് വിക്രമിന് ഭയങ്കര സന്തോഷമായി വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം വേദയെടുത്ത് ചോദിക്കുകയാണ്, നിനക്കപ്പം എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? നീ എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കണം. അപ്പോൾ വേദ പറയാണ്, ഒരിക്കലും എനിക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ശ്രീകാന്ത് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് വേദ പറയുകയാണ്. ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അച്ഛനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഭയന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് പറയാണ്. അല്ലാതെ ഒരിക്കലും വിക്രത്തിൻ്റെ കുടുംബത്തെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് വേദ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കൂടുതൽ അടുക്കുവാണ്. അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി ഒരു പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ മാഷാണെങ്കിൽ കമലമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, വിക്രം ഇവിടെ വന്ന കാര്യം നീ ആരോടും പറയല്ലേ, ശ്രീജിയുടെ പോലും പറയാൻ നിൽക്കണ്ട. ഇപ്പം അവൻ സേഫായിട്ട് നിൽക്കുകയാണ്. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇപ്പം നീ ഈ കാര്യം ആരോടും പറയില്ലെന്ന് കമലമ്മയുടെ അടുത്ത് പറയുകയാണ്. മാത്രമല്ല ഇനി നീ ഇതിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം കമലമ്മ പറയണം, ഇപ്പം എനിക്കൊരു ടെൻഷനില്ല, അവൻ സേഫായിട്ട് വേദയെടുത്ത് തന്നെ ആണല്ലോ, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനില്ല എന്ന് പറയുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം വേദ നോക്കിക്കോളൂ. ഇനി അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് കമലമ്മ മാഷിനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും കമലെ, നീ ഒന്ന് സമാധാനമായിട്ടിരുന്നാൽ മതി എന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദയും വിക്രമും കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ വിക്രം വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങിയാലോ? വേദ ചോദിക്കുകയാണ്, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതിയോ? എന്തായാലും നമ്മൾ ഇനി പിരിയുന്നില്ലെന്ന് തീരുമാനിച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ആരുടെയും മുന്നിൽ ഭർത്താവായിട്ട് അഭിനയിക്കേണ്ട, നമുക്ക് ഭർത്താവായിട്ടൊക്കെ ജീവിക്കാമെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ മോഹം തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെയൊക്കെ വേണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദയും ഒന്നും മിണ്ടതില്ല. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. അവസാനം വിക്രവും വേദയും ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുക്കുകയാണ്. അവർ മനസ്സും ശരീരവും കൊണ്ട് വിക്രവും വേദയും ഒന്നാവുകയാണ്. ഇത്രയും നാൾ എല്ലാവരുടെ മുന്നിൽ ഭർത്താവുമായി അഭിനയിച്ച വിക്രവും വേദയും ജീവിതത്തിലും ഒന്നാവുകയാണ്. ഇത്രയും നാൾ അവർ ഒളിപ്പിച്ച് വെച്ച സ്നേഹവും കരുതലും എല്ലാം കൈമാറുകയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ ഒളിവ് കാലം അവരുടെ പ്രണയ മുഹൂർത്തമായി മാറുകയാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രണയ മുഹൂർത്തം. അങ്ങനെ വിക്രത്തിന് ഒരിക്കലും ഇനി വേദയെ വിട്ടു പോകാനോ
വേദയ്ക്കിന് വിക്രത്തെ വിട്ട് എങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ അടുക്കുകയാണ്.